അങ്കമാലി കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയുടെ ചവിട്ടേറ്റ് പാപ്പാൻ മരിച്ചു. രണ്ടാം പാപ്പാൻ ചികിത്സയിൽ തുടരുകയാണ്. എം കെ ഷുക്കൂർ വിശദാംശങ്ങൾ നൽകും. ഷുക്കൂർ, വലിയ നടുക്കവും ദുഃഖവും ബാക്കിയാക്കുന്ന ഒരു വാർത്തയാണ്. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? എന്താണ് ഉണ്ടായത്? സൈഫുദ്ദീൻ, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് സംഭവം. അങ്കമാലി ടൗണിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ കിടങ്ങൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ അപകടം, ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ ഇപ്പോൾ ഈ ആന ഇടഞ്ഞുകൊണ്ട് തന്നെ തുടരുകയാണ്. ഈ ആനയോടൊപ്പം ഉണ്ടായിരുന്ന 2 പാപ്പാന്മാരെയും ആന ചവിട്ടി. അതിൽ ഒരു പാപ്പാൻ അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മറ്റൊരു പാപ്പാന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഏറെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ പോലീസുകാർ ഈ പരിക്കേറ്റ ഈ പാപ്പാനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രദേശത്തുള്ള ഒരു ഓട്ടോ, ഒരു ജനറേറ്റർ, ഒപ്പം തന്നെ ഒരു മിനി ലോറി, ഇതെല്ലാം തന്നെ ഈ ആന തകർത്തു. പ്രദേശത്ത് നാട്ടുകാരെ ഭീതിയിലാക്കി ഇപ്പോൾ ആന തുടരുകയാണ്. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പോലീസും സ്ഥലത്തുണ്ട്. നാട്ടുകാരും ഈ ആനയെ തളയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും ആനയെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആന പല തരത്തിൽ പ്രകോപിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ ഇപ്പോഴും ആന തുടരുകയാണ്. വൈകാതെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ എലഫന്റ് സ്ക്വാഡും എല്ലാം അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആന വിരണ്ടാലും പലപ്പോഴും ഇങ്ങനെ പാപ്പാന്മാർ രക്ഷപ്പെടുന്ന ആശ്വാസകരമായ ദൃശ്യങ്ങളാണ് മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ആന വിരണ്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള വഴികൾ അവർ സ്വന്തം നിലക്ക് തന്നെ തേടാവുന്നത്. ഇത് പക്ഷേ ഈ പാപ്പാനോട് രക്ഷപ്പെടാനും കഴിഞ്ഞില്ലേ? എന്താണ് ആ സമയം സംഭവിച്ചത്? ഈ കിടങ്ങൂർ അങ്കമാലി കിടങ്ങൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിനായാണ് ഈ ആനയെ എത്തിച്ചത്. 1-ാം പാപ്പാനും 2-ാം പാപ്പാനും ഈ ആനയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ആനയെ എങ്ങനെയെങ്കിലും നിയന്ത്രണത്തിലാക്കാനായിരുന്നു ഈ ഇടഞ്ഞ ശേഷവും ഈ 2 പാപ്പാന്മാരും ശ്രമിച്ചത്. പോലീസും അവർ തന്നെ ഫയർഫോഴ്സും എല്ലാം സ്ഥലത്തെത്തിയപ്പോഴും ഈ ആനയുമായി അടുപ്പമുള്ള ഒരു അവസരം ഉപയോഗിച്ച് അതിനെ കീഴടക്കാനാകുമോ, ഒതുക്കാനാകുമോ എന്നൊരു ശ്രമമാണ് ഈ 2 പാപ്പാന്മാരും നടത്തിയത്. ബാക്കി എല്ലാവരും മാറി നിന്നപ്പോഴും ഇവർ ആനക്കൊപ്പം തന്നെ തുടർന്നു. എന്നാൽ ഇടഞ്ഞ ആന ഈ 2 പാപ്പാന്മാരെയും ആക്രമിക്കുകയായിരുന്നു. വളരെ കാര്യമായ പരിക്ക് ഈ കൊല്ലപ്പെട്ട ഈ പാപ്പാന് സംഭവിച്ചിട്ടുണ്ട്. മൃതദേഹം ഏറെക്കുറെ വികൃതമായ രീതിയിലാണ്. മൃതദേഹത്തിനടുത്തേക്ക് പോലീസിനൊന്നും അടുക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത്. അതേസമയം തന്നെ ഗുരുതരമായി പരിക്കേറ്റ ഒരു പാപ്പാനെ മാത്രമാണ് അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. മറ്റേ പാപ്പാനെ അവിടെ നിന്ന്, അതായത് ഈ കൊല്ലപ്പെട്ട പാപ്പാന്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാനുള്ള പരിശ്രമം ഇപ്പോഴും തുടരുകയാണ്. 2-ാം പാപ്പാനെ ഗുരുതരമായി പരിക്കേറ്റുണ്ടെങ്കിൽ കൂടിയും വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ ഷുക്കൂർ? തീർച്ചയായിട്ടും കൊല്ലപ്പെട്ട പാപ്പാനയുടെ മൃതദേഹം മാറ്റാനാണ് ആന സമ്മതിക്കാതിരിക്കുന്നത്. അതേസമയം പരിക്കേറ്റ പാപ്പാനെ ഭാഗ്യത്തിന് അവർക്ക് വേഗത്തിൽ തന്നെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോഴും ആന ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ പ്രകോപിതനായി തുടരുകയാണ്.